ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഗോവിൻസ് ട്രാവൽസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എ ഡേ ഇൻ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന വീഡിയോയുടെ 4ാം ഭാഗമാണ്. അപ്പോൾ പഴയ വീഡിയോകൾ കാണാത്തവർ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്കത് അവിടെ ലഭ്യമാണ്. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അതെ, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് വീഡിയോകൾ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാച്യു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ ഡാം. സ്റ്റാച്യുവിനും വളരെ മുമ്പായി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് ഈ ഡാം. ഈ ഡാമിന് അഭിമുഖമായാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. സമീപമായി പട്ടേൽജിയുടെ ഒരു ചെറിയ പഴയ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് വാലി ഓഫ് ലവ് എന്ന ഈ മനോഹരമായ ഗാർഡൻ. വളരെയധികം വ്യത്യസ്തമായ ഫോട്ടോ ഫ്രെയിമുകളാൽ സമ്പന്നമാണ് ഈ ഗാർഡൻ. ഗാർഡനിൽ അങ്ങിങ്ങായി ഇതുപോലെ പലയിനം ജീവികളുടെയും പ്രാണികളുടെയും മറ്റും വിവരങ്ങൾ അടങ്ങുന്ന ശിലകളോടുകൂടിയ ശില്പങ്ങൾ കാണാം. ഇത്തരം ബസ്സുകളാണ് ഗാർഡനും ഡാമിനും സ്റ്റാച്യുവിനും ഇടയിലായി നമ്മളുടെ സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നത്. ഈ ബസ്സിൻ്റെ ചാർജ് ഉൾപ്പെടെയാണ് നമ്മളുടെ പ്രവേശന ഫീസ്. ഇത്തരം ബസ്സുകൾ വളരെയധികം ഉള്ളതിനാൽ ഡാമിനും സ്റ്റാച്യുവിനും ഗാർഡനും ഇടയ്ക്കുള്ള ദൂരം ഒരു പ്രശ്നമല്ല. ഗാർഡനും സ്റ്റാച്യുവിനും ഇടയിൽ പണി പൂർത്തിയാകുന്ന മറ്റൊരു പദ്ധതിയുടെ ഏതാനും ദൃശ്യങ്ങളാണ് ഇത്. നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന സ്റ്റാച്യുവിൽ പ്രദർശനം നടക്കുന്ന ലേസർ ഷോയാണ്. വളരെയധികം ദീർഘമായ ഷോ ആയതുകൊണ്ട് അതിൻ്റെ ചില ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെയധികം വ്യത്യസ്തമായ ആശയങ്ങളും തീമുകളും അടങ്ങുന്നതാണ് ഈ ലേസർ ഷോ. ലേസർ ഷോ കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെയാണ്. ഇതാണ് ലേസർ ഷോ കാണാനായി സജ്ജീകരിച്ചിരിക്കുന്ന ബാൽക്കണി. എ ഡേ ഇൻ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് വീഡിയോകൾ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്.